ന്യൂസിലേക്ക് സ്വാഗതം. ചണ്ണപ്പെട്ട മാർത്തോമ ഹൈസ്കൂളിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയതായി സ്കൂൾ അധികൃതർ. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അലേമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേസിൽ ഉമ്മൻ ജോർജ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചൽ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ചൂരക്കുളത്ത് വട്ടമൺ തോടിനു കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. രാജീവ് ഗാന്ധി ദേശീയ കുടിനീർ മിഷന്റെ ഭാഗമായി വടമൺ അമ്പാലക്കോണത്ത് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി പ്രവർത്തനരഹിതം. അഞ്ചൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ജോർജിയൻ തീർത്ഥാടന വലിയ പള്ളിയിലെ വന്യനായ അഞ്ചലച്ചന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ദീപശിഖാ പ്രയാണം സംഘടിപ്പിച്ചു. ചണ്ണപ്പെട്ട മാർത്തോമ ഹൈസ്കൂളിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയതായി സ്കൂൾ അധികൃതർ. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അലേമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേസിൽ ഉമ്മൻ ജോർജ്. വാർത്തകൾ വിശദമായി. അഞ്ചൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ജോർജിയൻ തീർത്ഥാടന വലിയ പള്ളിയിലെ വന്യനായ അഞ്ചലച്ചന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ദീപശിഖാ പ്രയാണം സംഘടിപ്പിച്ചു. അഞ്ചൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ജോർജിയൻ തീർത്ഥാടന വലിയ പള്ളിയിലെ വന്ധ്യനായ അഞ്ചലച്ചൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ദീപശിഖാ പ്രയാണം ഞായറാഴ്ച നടന്നു. കൊട്ടാരക്കര കോട്ടപ്പുറം സെന്റ് ഇഗ്നാത്യോസ് പള്ളിയിൽ നിന്നും പുറപ്പെട്ട് ഐപ്പള്ളൂർ ശാലോം സെന്റ് ജോർജ്, സദാനന്ദപുരം സെന്റ് ഗ്രിഗോറിയോസ്, വാളകം സെന്റ് ഗ്രിഗോറിയോസ്, ആയൂർ സെന്റ് മേരീസ്, മാങ്കുളം സെന്റ് ജോർജ് എന്നീ പള്ളികളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ദീപശിഖാ പ്രയാണം അഞ്ചൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ജോർജിയൻ തീർത്ഥാടന വലിയ പള്ളിയിൽ എത്തിച്ചേർന്നത്. നിരവധി വാഹനങ്ങൾ ദീപശിഖാ പ്രയാണത്തിന്റെ ഭാഗമായി പങ്കുചേർന്നു. തുടർന്ന് ദീപം തെളിയിക്കലും സന്ധ്യാനമസ്കാരവും നടന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചണ്ണപ്പെട്ട മാർത്തോമ ഹൈസ്കൂളിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയതായി സ്കൂൾ അധികൃതർ. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അലേമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേസിൽ ഉമ്മൻ ജോർജ്. ചണ്ണപ്പെട്ട മാർത്തോമ ഹൈസ്കൂളിലെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയതായും കയ്യേറ്റം തടയണമെന്നും ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച സ്കൂൾ വിദ്യാർത്ഥികൾ ചണ്ണപ്പെട്ടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സ്കൂൾ അധീനതയിലുള്ള സ്ഥലം കയ്യേറിയത് അംഗീകരിക്കാനാകില്ലെന്ന് സ്കൂൾ ലോക്കൽ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റ് തോമസ് പട്ടാശ്ശേരി പറഞ്ഞു. ഈ സ്കൂൾ തുടങ്ങുന്നത് 1959 അന്ന് മുതൽ ഈ സ്കൂളിന് അതായത് 2 ഏക്കർ 30 സെൻറ്റ് വസ്തു ഈ സ്കൂളിന് ഉണ്ട്. ഈ സ്കൂള് തുടങ്ങിയ കാലം മുതൽ അതായത് ഇപ്പോൾ ഈ വസ്തു കയ്യേറിയ ടി.ഒ. ജോർജ് സാറ് ഈ സ്കൂളിലെ അധ്യാപകനും തുടർന്ന് 27 വർഷക്കാലം ഈ സ്കൂളിലെ അധ്യാപകനും എച്ചുമായിട്ട് ഇരുന്നതാണ്. അന്നൊന്നും ഈ വസ്തു അവരുടെ ആണെങ്കിൽ അവർ കയ്യേറുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് സാർ എനിക്ക് തോന്നുന്നു 2 ടേം LIC മെമ്പറായിരുന്നു. ഈ LIC മെമ്പറായിരുന്ന സമയത്തും ഈ വസ്തു സാറിൻ്റെ ആണെങ്കിൽ സാറ് കയ്യേറുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ സ്കൂളിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഇങ്ങനെ വർഷങ്ങളായി കിടക്കുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ ഈ കയ്യേറിയ സ്ഥലത്ത് നിന്ന ഒരു അക്കേഷ്യ മരം, ഒരു പുളിമരം അന്ന് സ്കൂളിൻ്റെ LIC തീരുമാനം അനുസരിച്ച് സ്കൂള് മാനേജ്മെൻറ്റിൽ നിന്ന് നമുക്ക് പെർമിഷൻ വാങ്ങിച്ച് ഞങ്ങളത് മുറിച്ച് സ്കൂളിന് ആവശ്യമായ ഡെസ്കും ബെഞ്ചും പണിയുകയൊക്കെ ചെയ്തതാണ്. അന്നൊന്നും ഇതിന് തർക്കമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം അതിന് തൊട്ടടുത്തൊരു ബിൽഡിംഗ് വെച്ച സമയത്ത് അന്ന് ഞാൻ PTA പ്രസിഡൻ്റായിരുന്നു. PTA പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അന്ന് സ്കൂളിൽ
അന്ന് ഈ ടി ഓർ ജോസ് സാർ പറഞ്ഞു സാറിന് പിന്നെ PTA പ്രസിഡൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്റ്റേ വാങ്ങണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, സ്കൂളിൻ്റെ കാര്യം സ്കൂളിൻ്റെ വസ്തുവിൻ്റെ അതിരിനാണെങ്കിൽ തന്നെയും അവർ പഞ്ചായത്തിൻ്റെ പെർമിഷൻ വാങ്ങിച്ച് അവരുടെ വസ്തുവിനകത്താണ് അവർ ബിൽഡിംഗ് വെക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതാണ്. അന്നും സാറിന് ഇവിടെ വസ്തു ഉണ്ടെങ്കിൽ സാറിന് അക്വയർ ചെയ്യാൻ, അല്ലെങ്കിൽ സാറിന് സ്റ്റേ വാങ്ങാം, അതൊന്നും സാറ് ചെയ്തില്ല. ഇന്നലെ രാത്രി ആണ് ഇത് ഒരു 4 മണിക്ക് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാരെ അവർ സംഘടിപ്പിച്ച് വന്നിട്ട് അത് ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ പടിഞ്ഞാറേ വശത്ത് അവർ കയറിയിട്ട് ആംഗലേർ കുഴിച്ചിട്ട് അവരത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അന്നേരം തന്നെ ഞങ്ങൾ LIC മെമ്പേഴ്സിനെയും പിന്നെ PTA-കാരെയൊക്കെ അന്നേരം തന്നെ പെട്ടെന്ന് അറിഞ്ഞു. അവർ അന്നേരം തന്നെ സ്കൂളിൽ ഇപ്പോഴിരിക്കുന്ന ഷമൽ സാറ് എത്തി സ്കൂളിൻ്റെയും PTA-യുടെയും നേതൃത്വത്തിൽ പിന്നെ ഏരിയ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസ് വന്നത് തടഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ നിയമവശം, അതായത് നമുക്ക് സ്കൂളിനുള്ള 2 ഏക്കർ 30 സെൻറ്റ് വസ്തു സ്കൂളിൻ്റെയാണ്. ആ വസ്തുവിനകത്ത് വേറെ ആർക്കും അതിനകത്ത് അധികാരം പറ്റുന്നതിന് അനുവദിച്ചു കൊടുക്കുന്നത് LICയുടെ ഭാഗത്തുനിന്ന് അനുവദിക്കത്തില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സ്കൂൾ നിർമ്മിക്കുകയും വിട്ടു നൽകുകയും ചെയ്ത തങ്ങൾ 3 സെന്റ് സ്ഥലം കയ്യേറിയെന്ന ആരോപണം വ്യക്തിഹത്യ നടത്താനാണെന്നും അലൈമൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേസിൽ ഉമ്മൻ ജോർജ് പറഞ്ഞു. സാറിനെയൊക്കെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ചില കുടില ശക്തികൾ വ്യക്തിവൈരാഗ്യം വെച്ച് LICയിൽ കയറി കൂടിയതുകൊണ്ട് മാത്രം നടത്തുന്ന പ്രവർത്തനമാണ് ഇത്. ഇങ്ങനെ വിദ്യാർത്ഥികളെ ഇളക്കുകയും അദ്ദേഹത്തിൻ്റെ വസ്തു കയ്യേറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. രാത്രിയിൽ ആരും ചെയ്തിട്ടില്ല. അത് ഞായറാഴ്ച 2 മണിക്ക് അത് അവിടെ ഒരു ഇതിനൊരു ഫെൻസ് പോലെ ഇട്ടിട്ട് അവിടെ ഒരു ജോസാറിൻ്റെ മകൻ റോയി ഒരു ട്യൂഷൻ സെൻറ്റർ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഈ സ്ഥലത്ത് ഒരു ചെറിയൊരു ഷെഡ് പോലെ അടിച്ച് ചെയ്യുന്നതിന് വേണ്ടി പിള്ളേരൊക്കെ അങ്ങോട്ട് ചാടിക്കയറി വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു ഫെൻസിങ്ങിന് വേണ്ടി ഉള്ള കാര്യം ചെയ്തുള്ളൂ. അല്ലാതെ രാത്രിയിലൊന്നും ആരും ചെയ്തില്ല. രാത്രിയിൽ അവർ എന്തോന്ന് ഏതാണ്ട് ഇത് ചെയ്തുകൊണ്ട് നിന്നപ്പം പള്ളിയിലെ വികാരി അതിലെ പോവുകയും ചെയ്തല്ലോ 4 മണിക്ക്. നമ്മുടെ വസ്തുവിൻ്റെ മാത്രമേ വേലി കെട്ടി തിരിച്ചുള്ളൂ, അല്ല ആരുടെയും വസ്തു എൻക്രോച്ച് ചെയ്തിട്ടില്ല. സ്കൂളിന് പ്ലാനുണ്ടല്ലോ, സ്കൂളിന് പ്ലാനും ഒക്കെ ഉണ്ട്, അത് മുൻകാലത്തെ ഉള്ളതാണ്. അല്ലാതെ ഈ സ്ഥലം അതിനകത്ത് ഉൾപ്പെടുന്നതല്ല. പിന്നീട് ഈ സ്കൂളിൽ ഇപ്പം ഞങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്കൂളാണ്, അല്ലാതെ ഇപ്പം വന്ന് ഇവരാരും ഉണ്ടാക്കിയൊന്നുമല്ല. ഞങ്ങളാരും അത് ഈ ഞങ്ങളുടെ വസ്തുവിൽ വേലി കെട്ടുന്നതിനും ഇതൊക്കെ ഇവരെയൊന്നും അറിയിക്കേണ്ട കാര്യങ്ങളില്ല. അവരാരും നമ്മളെ അറിയിച്ചിട്ടില്ല. സ്കൂളിലെന്താ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കാത്ത? അതിനോട് ചേർന്ന് കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ഒക്കെ എന്തുകൊണ്ടാണ് അറിയിക്കാത്ത? അതിന് അടുത്ത് ഒരു മൂത്രപ്പുരയുടെ ടാങ്ക് ഉണ്ടാക്കി, ഞങ്ങളെന്താ അറിയിക്കാൻ? അയൽബോധമാണെങ്കിൽ അങ്ങനെയും വരണം. സ്കൂളിൻ്റെ പേര് പറഞ്ഞുകൊണ്ടൊന്നും ആരും ആളാണ്ട്. അത് പറഞ്ഞില്ലേ, മനുഷ്യർക്ക് സ്വതസിദ്ധമായിട്ടുണ്ടാകുന്ന ചിലരോടൊക്കെ ഒരു അസൂയയും, അത് ചിലർക്കൊക്കെ ആ ഒരു വ്യക്തിത്വപരമായിട്ട് ചിലരുടെ അടുത്ത് ഒരു ഇത് കാണും. അതൊന്നും ഈ പബ്ലിക്കിൽ കൊണ്ടൊന്നും നാട്ടേണ്ട കാര്യമില്ല. പബ്ലിക്കിൽ എടുക്കരുത്. അത് പബ്ലിക്കിൽ എടുക്കേണ്ട കാര്യങ്ങളെ പബ്ലിക്കിൽ എടുക്കാവൂ. ഇപ്പം മർത്തോമ സഭയോ സഭയുടെ അധ്യക്ഷനോ സഭയുടെ അധ്യക്ഷൻ്റെ പേരിലുള്ള വസ്തുവേ സ്കൂളിനുള്ളൂ, അല്ലാതെ ജോർജ് സാറിൻ്റെ പേരിലുള്ള വസ്തുവൊന്നും സ്കൂളിനില്ല. ഇപ്പം സഭയുടെ അധ്യക്ഷൻ്റെ പേരിലുള്ള വസ്തു എൻകറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഭയുടെ അധ്യക്ഷൻ പറയട്ടെ, അത് അവർ അളപ്പിച്ചിട്ട് അത് എൻകറേജ് ചെയ്തെന്ന് പറയട്ടെ. ഇത് ജോർജ് സാർ എടുത്തെന്ന് പറയുന്നത് ജോർജ് സാറ് വാങ്ങിച്ച സ്ഥലം മാത്രമേ ഫെൻസ് ചെയ്തിട്ടുള്ളൂ, അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫെൻസ് ചെയ്തിട്ടേ ഉള്ളൂ, അല്ല എൻക്രോച്ച് ചെയ്തൊന്നും പോയിട്ടില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ജോസ് സാറിനെ നേരിട്ട് വിളിക്കാൻ വയ്യാത്തവരല്ലോ ആണ് അവരൊക്കെ. ഹെഡ് മാസ്റ്റർക്ക് ഒന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? ഇവർക്കൊക്കെ ജോലി കിട്ടിയെന്ന് ഈ ഒരു സ്ഥാപനം ഉണ്ടായിട്ടല്ലേ. അത് ഉണ്ടാക്കിയവരെ മോശക്കാരാക്കാൻ നോക്കരുത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. രാജീവ് ഗാന്ധി ദേശീയ കുടിനീർ മിഷന്റെ ഭാഗമായി വടമൺ അമ്പാലക്കോണത്ത് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി പ്രവർത്തനരഹിതം. വേനൽക്കാലത്ത് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിലാണ് കുടിവെള്ള പദ്ധതി നിശ്ചലമായിരിക്കുന്നത്.
10 വർഷങ്ങൾക്ക് മുൻപാണ് വടമൺ അമ്പാലക്കോണത്തിന് സമീപം രാജീവ് ഗാന്ധി ദേശീയ കുടിനീർ മിഷന്റെ ഭാഗമായി കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായ അമ്പാലക്കോണത്ത് വേനൽക്കാലത്ത് നേരിടുന്ന കടുത്ത ജലക്ഷാമത്തിന് പരിഹാരമെന്ന നിലയ്ക്കാണ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും കുടിവെള്ള പദ്ധതി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പം നമ്മുടെ കുടിവെള്ള പദ്ധതി ജില്ലാ പഞ്ചായത്തിൻ്റെ 15 വർഷത്തോളമായി. ഇതുവരെയും ഇതിനൊരു ആർക്കും ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല. ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് ആർക്കും ഒന്നും വെള്ളം കിട്ടിയില്ല. രണ്ടാമതും പിന്നെ കാശന പതിച്ച് അതിൽ നിന്നും ഇപ്പം പൈപ്പ് എല്ലാം കേടായി കിടക്കുക. ശാലം ആർക്കും ഒരു തുള്ളി വെള്ളം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇത് കാശ് ചിലവാക്കാൻ 2-3 ട്രിപ്പായിട്ട് ഞാൻ ശരിയായിക്കൊണ്ടിരിക്കുക, കാശ് പോയിക്കൊണ്ടേയിരിക്കുക. എല്ലാം പൈപ്പെല്ലാം ഉണ്ട്. കുറേ ഭാഗം പോയി, കുറേ ഭാഗം ഇല്ല. ഇതേ രീതിക്ക് അവർ നടക്കുന്നതാണ്. എല്ലാം ഉദ്ഘാടനവും ബാക്കിയുള്ള കാര്യങ്ങളേ നടക്കുന്നുള്ളൂ. പക്ഷേ ബാക്കി ഇത് വെള്ളം കുടിയാതെ നടക്കുന്നില്ല. ഇതിനെതിരെ ആരും പരാതിക്കാർ ഒന്നും ആദ്യം ഞാൻ കൊടുത്തായിരുന്നു. ആദ്യം പരാതി എല്ലായിടം കൊടുത്തായിരുന്നു. കൊല്ലത്ത് വരെ കൊണ്ട് കൊടുക്കുകയായിരുന്നു. അതുവരെ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. അവർ വന്ന് ബാക്കിയുള്ള മെമ്പർമാരെല്ലാം കൂടി അതങ്ങ് വെട്ടി വിഴുങ്ങുക. ഇതാണ് ഇവിടുത്തെ സ്ഥിതി വരുന്നത്. മൊത്തം എതിരെ ഇറങ്ങുന്നവൻ ഒറ്റയ്ക്കാക്കുക, അവനെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ മഴ പെയ്തപ്പോൾ മാത്രമേ ഇവിടെ വെള്ളം കിണറ്റിലുള്ളത്. അത് കഴിഞ്ഞെല്ലാം ആർക്കും വെള്ളം കിട്ടിയിട്ടില്ല. മോട്ടർ വർക്ക് ആകാൻ നേരത്തെ മോട്ടർ രണ്ടാമത് വർക്ക് ആയില്ലെന്ന് പറഞ്ഞ് രണ്ടാമതും കൊണ്ടുവച്ചത്. കുറേ ഭാഗം വരെ അവർക്ക് തോന്നിയവർക്കെല്ലാം കുറച്ച് ഭാഗം വരെ വെള്ളം കൊടുത്ത് അത് കഴിഞ്ഞ് അതുപോലെ ഓപ്പണാക്കി. പിന്നെ ഇതുവരെ ഒരു കാര്യങ്ങൾ നടത്തിയിട്ടുമില്ല. അറ്റകുറ്റപ്പണിയൊന്നും ചെയ്തിട്ടില്ല. അത് നാട്ടുകാരെ ഇന്ന് കാശ് പിരിക്കാനായിട്ട് വീണ്ടും നടക്കുക. വെള്ളമില്ലാത്തപ്പം നമ്മൾ വേറെ വെള്ളം പോയി കോരിക്കൊണ്ട് വരണം. അത് ഇവിടെ നിന്നിട്ടതല്ല ഒന്നും ശാലവും ഇതെടുക്കാറില്ല. അന്ന് മോട്ടർ കേടാ, ഇതൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. വിലനെല്ലാം ഓക്കെ, ബാക്കിയെല്ലാം ഇതേ രീതിക്കാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നെ അതിനകത്ത് പിന്നെ നാട്ടുകാരിൽ നിന്ന് ഇനി അറ്റകുറ്റപ്പണി കിട്ടുന്ന നാട്ടുകാരെ നിന്ന് കാശ് പിരിക്കാനായിട്ട് നടക്കുക. വീണ്ടും ഇതൊക്കെ സ്ഥിതിയായി ഇവിടുത്തെ വരുന്നത്. പിരിവ് മാത്രമേ നടക്കുന്നുള്ളൂ. വെള്ളം ആരും കിട്ടുന്നില്ല. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കുടിവെള്ള പദ്ധതി നാശത്തിലേക്ക് നീങ്ങുമ്പോൾ പാഴാകുന്നത് ഖജനാവിലെ ലക്ഷങ്ങളാണ്. രാജീവ് ഗാന്ധി ദേശീയ കുടിനീർ മിഷന്റെ ഭാഗമായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിലായി കുടിവെള്ള പദ്ധതിക്കായി ലക്ഷങ്ങൾ ചിലവഴിച്ചെങ്കിലും യാതൊരു ഫലവും ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ് ജിം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ ചേഞ്ച് യുവർ ലൈഫ്. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാനം സാരീസ്, മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. വാർത്തകൾ തുടരുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വടമൺ 4-ാം വാർഡ് ADS വാർഷികം സംഘടിപ്പിച്ചു. പരിപാടിയിൽ ADS അംഗങ്ങൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങൾ ശ്രദ്ധേയമായി.
അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വടമൺ 4-ാം വാർഡ് ADS വാർഷികം സംഘടിപ്പിച്ചു. ഞായറാഴ്ച വടമൺ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ അഭിനന്ദിക്കാനും ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് 5-ാം തീയതി ബഹുമാനപ്പെട്ട ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അഞ്ചൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പണിതിട്ടുള്ള കിണറിന്റെ അടുത്ത് വന്ന് അത് ഉദ്ഘാടനം ചെയ്തു. ആ വെള്ളം ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ട് വേണം മന്ത്രി വെള്ളം കുടിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നമുക്ക് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങുണ്ട്. അതിനുശേഷമാണ് കുടുംബശ്രീ ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. 40 ലക്ഷം രൂപ മുടക്കി അഞ്ചൽ മാർക്കറ്റ് ഇനി മീൻ മേടിക്കാൻ നോക്കി ചെന്നാൽ ഈ അഴുക്കും വെള്ളവും മാലിന്യവും ഇല്ലാത്ത ചന്തയിൽ നിന്നും നമുക്ക് സാധനം വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ പദ്ധതികളാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ വിജയത്തിൽ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സമർപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ആ നേട്ടം നമുക്ക് കൈവരിക്കാൻ തന്നെ കഴിയുന്നത്. വാർഡ് മെമ്പർ മായാകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മിനി വിജയൻ സ്വാഗതം പറഞ്ഞു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഞ്ചൽ ബദറുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗം P. സീന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിജയകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് ADS അംഗങ്ങൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. സവാള അരിയൽ, തേങ്ങാ പൊതിക്കൽ, തേങ്ങാ ചിരകൽ തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. മത്സരങ്ങളിൽ വിജയികളായവർക്ക് പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ചൂരക്കുളത്ത് വട്ടമൺ തോടിനു കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അഞ്ചൽ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ തഴമേൽ ചൂരക്കുളത്ത് വട്ടമൺ തോടിനു കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. ഇത്തിക്കരയാറിന്റെ പ്രധാന കൈവഴിയായ വട്ടമൺ തോടിനു കുറുകെ ചൂരക്കുളത്ത് പാലം നിർമ്മിച്ചാൽ കോട്ടുക്കൽ, ചെമ്പകരാമനല്ലൂർ പ്രദേശങ്ങളിലേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ കഴിയും. പാലം യാഥാർത്ഥ്യമായാൽ യാത്രാ ദുരിതം വലിയ പരിധിവരെ ഇല്ലാതാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആ റോഡിൽ ഒരു പാലം ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതവും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷവുമാണ്. അത് പൂർത്തീകരിക്കുവാൻ വേണ്ട നടപടികൾ അതിനെ ബന്ധപ്പെട്ട ആളുകൾ പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും മറ്റ് ഏത് അധികാരികളായാൽ ബ്ലോക്ക് പഞ്ചായത്തായാലും ഏത് അധികാരികൾ ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ജനസമൂഹത്തെ സംബന്ധിച്ച് അത് ഉണ്ടായി കാണേണ്ടത് അവരുടെ ഒരാഗ്രഹവും എല്ലാ ആളുകളും നടന്നു പോകുന്നത് കുറഞ്ഞ പക്ഷം ഒരു 200 പേരെങ്കിലും ഒരു ദിവസം ഈ വഴി കൂടെ കടന്നു പോകാറുണ്ട്. അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും വേഗത്തിൽ എത്തിച്ചേരാനായി ഇവിടെ നാട്ടുകാർ ചേർന്ന് താൽക്കാലിക തടിപ്പാലങ്ങൾ നിർമ്മിക്കാറുണ്ട്. എങ്കിലും കനത്ത മഴ സമയങ്ങളിൽ പാലം ഒലിച്ചു പോകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതിന് ഞങ്ങളുടെ പള്ളി, ഓർത്തഡോക്സ് പള്ളി, ഞങ്ങളുടെ പള്ളിയിൽ പോകുന്നതിന് ഞങ്ങൾക്ക് അസൗകര്യം. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നതിന് പകരം ഞങ്ങൾ എത്രയോ കിലോമീറ്റർ താണ്ടി ആ പള്ളിയിൽ പോകുന്നത്. അതുപോലെ തന്നെ കാട്ടച്ചൂള, പിന്നെ ഇത് അണ്ടിയാപ്പീസ്, ഒരുപാട് തൊഴിലാളികൾ ഇതും കൊണ്ട് ഈ വഴിയാണ് പോകേണ്ടത്. പിന്നെ സ്കൂള്, ആനന്ദഭവൻ സ്കൂള്, ഒരുപാട് കുട്ടികൾക്ക് ഇതിലേ പോകാനും പഠിക്കാനും തൊഴിലാളികൾക്ക് അരി മേടിക്കാൻ പോകണമെങ്കിൽ അവർക്ക് ഈ പാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ചുറ്റി ഓട്ടോ കൂലിയോ ഒക്കെ കൊടുത്ത് വേണം അവർക്ക് ജോലിക്ക് വരാനായിട്ട്. അങ്ങനെ വളരെയധികം വർഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ പാലം. ഞങ്ങൾ എല്ലാവരും കൂടെ, ഈ നാട്ടുകാരെല്ലാവരും കൂടി തേക്കും അതും ഇതുമൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ ഒരു കൈപ്പാലം ഉണ്ടാക്കി കൂടെ പോകുന്നു. അത് വീണ്ടും മഴയും വെള്ളവും വരുമ്പോഴത്തേനും നശിക്കുന്നു. വീണ്ടും ഞങ്ങളത് ശരിയാക്കി വെക്കുന്നു. അപ്പം ഇനിയിപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ എത്ര വർഷം കൊണ്ട് പാലമില്ലാതെ ഞങ്ങൾ അക്കരെ പോകണമെങ്കിൽ ഞങ്ങൾ 50 രൂപ കൊടുത്ത് ചന്തമുക്കി ഓട്ടോ പിടിച്ച് ഇവിടെ വരണം. അതുകൊണ്ട് തന്നെ ഈ പാലത്തിൽ ഇപ്പോൾ അനന്തഭവൻ സ്കൂൾ ഇവിടെ കിടക്കുന്നു. ആ സ്കൂളിലെ കൊച്ചുങ്ങൾ മാതാപിതാക്കളെ PT മീറ്റിങ്ങിനും എല്ലാം വന്നിട്ട് ആ പാലത്തെ കയറാൻ മതി എന്ന് തിരികെ പോവുക. എന്നിട്ട് ഞങ്ങൾക്കിപ്പം പാവപ്പെട്ട നമ്മളെ പോലുള്ളവർക്ക് അങ്ങോട്ട് അക്കരോട്ട് പോകണമെങ്കിൽ ഒക്കത്തില്ല. 7 രൂപ കൊടുത്ത് അക്കരെ കയറിയാൽ ഞങ്ങൾ 50 രൂപ കൊടുത്ത് ഇക്കരെ വരണം. ഭരണാധികാരികൾ മുൻകൈയെടുത്ത് യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അംഗനവാടി പ്രവർത്തിക്കുന്നത് സ്കൂൾ കെട്ടിടത്തിൽ. ഏറം അംഗനവാടിയാണ് സ്വന്തം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഏറം അങ്കണവാടി പ്രവർത്തിക്കുന്നത് ഏറം ഗവൺമെന്റ് LPSൽ. പുതിയ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞത്. എങ്കിലും സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ടൈൽസ് പാകി പാചകപ്പുരയും ചുറ്റുമതിലും നിർമ്മിച്ചാൽ മാത്രമേ അങ്കണവാടിയുടെ പ്രവർത്തനം സ്വന്തം കെട്ടിടത്തിൽ ആരംഭിക്കാൻ കഴിയൂ. തുടർ പ്രവർത്തനങ്ങൾക്കായി 5 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. ബാക്കി നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന് സമീപത്തായി നവീകരിച്ച വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം റവറന്റ് ഫാദർ മാത്യു തോമസ് നിർവഹിച്ചു. ആലഞ്ചേരി കണ്ണങ്കോട് സെന്റ് മേരീസ് ദേവാലയത്തിന് സമീപം ബസ് കാത്തു നിൽക്കുന്നവർക്കായി നവീകരിച്ച വെയിറ്റിംഗ് ഷെഡ് ഇടവക വികാരി റവറന്റ് ഫാദർ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. KG സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജുമൈലത്ത് ഷാജഹാൻ, വർഗീസ് മാത്യു, പ്രൊഫസർ തോമസ് ജോൺ, PJ ഫിലിപ്പ്, രാജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സർക്കാർ വിദ്യാലയങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർഷം തോറും കേരള ഗ്രാമീൺ ബാങ്ക് നടത്തുന്ന സൗജന്യ കുട വിതരണം അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പൊതുവിദ്യാലയങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർഷം തോറും കേരള ഗ്രാമീൺ ബാങ്ക് നടത്തുന്ന സൗജന്യ കുട വിതരണം അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കുട വിതരണം കേരള ഗ്രാമീൺ ബാങ്ക് ബ്രാഞ്ച് മാനേജർ റാണി കൃഷ്ണ നിർവഹിച്ചു. PTA പ്രസിഡന്റ് K. ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ J. സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ഡെപ്യൂട്ടി HM ശൈലജ, ഗ്രാമീൺ ബാങ്ക് ഉദ്യോഗസ്ഥൻ സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പട്ടണത്തിലെ ഓട്ടോ ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഞ്ചൽ പട്ടണത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോ ഡ്രൈവർമാർക്കായാണ് തിങ്കളാഴ്ച അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ ക്ലാസ്സിന് അഞ്ചൽ സബ് ഇൻസ്പെക്ടർ CK മനോജ് കുമാർ നേതൃത്വം നൽകി. സിഗ്നൽ കൊടുക്കുന്നത് എന്തിനാണ്? അവർക്ക് അപകടം വരാതിരിക്കാനാണ്. ഞാൻ വലത്തോട്ട് തിരിയുന്നു, അല്ലെങ്കിൽ ഞാൻ ഇടത്തോട്ട് തിരിയുന്നു, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് നിർത്താൻ പോവുകയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സിഗ്നൽ കൊടുക്കുന്നത്. സിഗ്നൽ ഇല്ലാതെ തിരിയുകയോ വളയുകയോ അല്ലെങ്കിൽ യൂട്ടേൺ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപകടം സുനിശ്ചിതമാണ്. ഇപ്പൊ യൂട്ടേൺ എടുക്കാനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നിശ്ചിതമായ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഒരാളെ ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ യൂട്ടേൺ എടുക്കുകയാണ്. നിങ്ങൾക്ക് അത് എളുപ്പമാണ്. പക്ഷേ ടൗണിൽ കൂടെ പോകുന്ന വാഹനങ്ങൾക്ക്, ബാക്കിയുള്ള വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതും അതിന് കാരണമാണ്. ഞാൻ പഠിച്ചിടത്തോളം കാലം അഞ്ചൽ ടൗണിൽ ഒരു വാഹനത്തിന് പോകാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറയുന്നത് 20 km/h ആണ്. 20 km/h സ്പീഡിൽ വാഹനങ്ങൾ പോവുകയാണെങ്കിൽ അഞ്ചൽ ടൗണിൽ ബ്ലോക്ക് ഒഴിയാത്ത സമയം കാണില്ല. ഇത് നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാന കാരണം ഈ ആൾക്കാരുണ്ടോ എന്ന് നോക്കി വണ്ടി സ്ലോയിൽ നിങ്ങൾ 10 km സ്പീഡിലെ വണ്ടി ഓടിക്കും. മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ അല്ലെങ്കിൽ ആറോ ജംഗ്ഷൻ വരെ അല്ലെങ്കിൽ കോളേജ് ജംഗ്ഷൻ വരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആളുണ്ടോന്ന് മാത്രം നോക്കും. നിങ്ങളുടെ സ്പീഡ് 10 km ആയിരിക്കും. പരിപാടിയിൽ ASI വിജയൻ, SCP പ്രകാശ്, ജോൺ മാത്യു, ദിൽഷാദ് തുടങ്ങിയവർ ക്ലാസുകൾ എടുത്തു. അഞ്ചലിലെ നിരവധി ഓട്ടോ ഡ്രൈവർമാർ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം,
പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ദളിത് ആദിവാസി ഭൂരഹിത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അരിപ്പ മുതൽ കളക്ടറേറ്റ് വരെ ബഹുജന പ്രക്ഷോഭയാത്ര നടത്തുന്നു. ദളിത് ആദിവാസി ഭൂരഹിത സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അരിപ്പ മുതൽ കൊല്ലം കളക്ടറേറ്റ് വരെ ബഹുജന പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുന്നത്. ജൂലൈ 27 തിങ്കളാഴ്ച പ്രക്ഷോഭയാത്ര അരിപ്പയിൽ നിന്നും ആരംഭിച്ചു. വ്യാഴാഴ്ചയാണ് കൊല്ലം കളക്ടറേറ്റിൽ പ്രക്ഷോഭയാത്ര എത്തിച്ചേരുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ദളിത് ആദിവാസി ഭൂരഹിത സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭൂസമര നേതാവ് വിനോദ് അരിപ്പ, സംസ്ഥാന പ്രസിഡന്റ് പാലോട് ശശി ആർ ചേരമൺ എന്നിവർ പ്രക്ഷോഭയാത്രയ്ക്ക് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ചൂരക്കുളത്ത് വട്ടമൺ തോടിന് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. രാജീവ് ഗാന്ധി ദേശീയ കുടിനീർ മിഷന്റെ ഭാഗമായി വടമൺ അമ്പാലക്കോണത്ത് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി പ്രവർത്തനരഹിതം. അഞ്ചൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ജോർജിയൻ തീർത്ഥാടന വലിയ പള്ളിയിലെ വന്യനായ അഞ്ചലച്ചന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ദീപശിഖാ പ്രയാണം സംഘടിപ്പിച്ചു. ചണ്ണപ്പേട്ട മാർത്തോമ ഹൈസ്കൂളിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയതായി സ്കൂൾ അധികൃതർ. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അലേമൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേസിൽ ഉമ്മൻ ജോർജ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.